തൃശ്ശൂർ സെൻറ്റ് മേരീസ് ITIയുടെ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിനി, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്ന് പ്രധാനമായും ഈ ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ് എന്നീ പാഠഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാഠഭാഗങ്ങളിൽ ഓരോ പ്രോബ്ലവും നമ്മുടെ എക്സാമിനെ പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങളെല്ലാവരെയും എക്സാമിനെ ഒരുക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. ആദ്യത്തെ പാഠഭാഗം ഫ്രാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓർ പാർട്സ് ഓഫ് എ ഹോൾ. എക്സാമ്പിൾ 1/2. We use fractions in everyday life even to check the time. In a fraction, the number above the line is called the numerator and the number below the line is called the denominator. മുഴുവനുമായും ഉള്ള ഒരു കാര്യത്തെ പല ഭാഗങ്ങളായി തിരിച്ചാൽ ഓരോ ഭാഗത്തെയും നമുക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഫ്രാക്ഷൻ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഒരു ലൈൻ, അതിൻ്റെ മുകളിൽ ഒരു നമ്പർ, ലൈൻ്റെ താഴെ വേറൊരു നമ്പർ. മുകളിലുള്ള നമ്പറിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ള നമ്പറിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, 1/2. ഇവിടെ 1 ന്യൂമറേറ്ററും 2 ഡിനോമിനേറ്ററുമാണ്. ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും വലിപ്പ ചെറുപ്പം നോക്കി പ്രധാനമായും ഫ്രാക്ഷൻസിനെ 6 ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് പ്രോപ്പർ ഫ്രാക്ഷൻ. എ ഫ്രാക്ഷൻ ഇഫ് ഇറ്റ്സ് ന്യൂമറേറ്റർ ഈസ് സ്മോളർ ദാൻ ദ ഡിനോമിനേറ്റർ ഈസ് കോൾഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. ദ വാല്യൂ ഓഫ് എനി പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഒരു ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായാൽ അത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ എപ്പോഴും 1 ചെറുതായിരിക്കും. താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 2 എക്സാമ്പിൾസിലും ന്യൂമറേറ്ററുകൾ അവരുടെ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ്. രണ്ടാമതായി ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. എ ഫ്രാക്ഷൻ ഇഫ് ഇറ്റ്സ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡിനോമിനേറ്റർ ഈസ് കോൾഡ് an improper fraction. The value of any improper fraction is always greater than 1. ഒരു ഫ്രാക്ഷനിലെ അതിൻ്റെ ന്യൂമറേറ്റർ എപ്പോഴും അതിൻ്റെ ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിരിക്കും. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ പറയുന്നതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. അവരുടെ വാല്യൂ എപ്പോഴും 1 വലുതായിരിക്കും. എക്സാമ്പിൾസ് നോക്കൂ. 5/3, 8/5, 100/5. ഇവിടെ എല്ലാ ന്യൂമറേറ്ററുകളും ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. അടുത്തത് മിക്സഡ് ഫ്രാക്ഷൻസ്. എ ഫ്രാക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് കോൾഡ് എ മിക്സഡ് ഫ്രാക്ഷൻ. ഒരു മിക്സഡ് ഫ്രാക്ഷനിൽ ഒരു നാച്ചുറൽ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. 3 and 1/3, 2 and 1/4. 3 and 1/3ൽ
3 നാച്ചുറൽ നമ്പറും 1/3 പ്രോപ്പർ ഫ്രാക്ഷനുമാണ്. നാലാമതായി ലൈക്ക് ഫ്രാക്ഷൻസ്. The fractions having same denominators are known as like fractions. Examples: 2/5, 3/5, 6/5. എന്താണ് ഈ എക്സാമ്പിൾസിൻ്റെ പ്രത്യേകത? 3 ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. അഞ്ചാമതായി സെയിം ന്യൂമറേറ്റർ ഫ്രാക്ഷൻസ്. The fractions having the same numerator are called the same numerator fractions. Examples: 1/3, 1/5, 1/6. എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായി. ഇവരുടെ എല്ലാവരുടെയും ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. അവസാനമായി ഡെസിമൽ ഫ്രാക്ഷൻസ്. A fraction where the denominator is a power of 10. Example: 7/10, 6/10, 5/10. ഒരു ഫ്രാക്ഷൻ ഡെസിമൽ ഫ്രാക്ഷൻ ആകണമെങ്കിൽ അവയുടെ ഡിനോമിനേറ്റർ 10ൻ്റെ പവറുകളായിരിക്കും. അതായത് 10, 100, 1000, 10000 എന്നിങ്ങനെ. ഇവിടെ 7/10 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ ഫ്രാക്ഷനാണ്. അതിനെ നമുക്ക് ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ 0.7 എന്ന് ലഭിക്കുന്നു. അടുത്തത് ഫ്രാക്ഷൻസിൻ്റെ കൺവെർഷൻസ് ആണ്. ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സഡിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാം എന്ന് നോക്കാം. 5/3 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. എന്താണ് 5/3 എന്ന് പറഞ്ഞാൽ അർത്ഥം? 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2ഉം കോഷ്യൻ്റ് 1ഉം ലഭിക്കുന്നു. കോഷ്യൻ്റ്, റിമൈൻഡർ, ഡിവൈസർ എന്നിവരെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു നാച്ചുറൽ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നാച്ചുറൽ നമ്പറിനെ നമ്മൾ കോഷ്യൻ്റ് എഴുതുന്നു. പ്രോപ്പർ ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററിനെ റിമൈൻഡറിൻ്റെ വില കൊടുക്കുന്നു. ഡിനോമിനേറ്ററിനെ ഡിവൈസറിൻ്റെ വില കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5/3 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ മിക്സഡ് ഫോം എങ്ങനെയായിരിക്കും? 1 and 2/3. നിങ്ങൾ ഇതുപോലുള്ള പല എക്സാമ്പിൾസും തനിയെ ചെയ്താൽ എളുപ്പമായിരിക്കും. ഈ കൺവെർഷൻസ് എക്സാമിനെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായി എങ്ങനെ മാറ്റി എഴുതാം? എക്സാമ്പിൾ: 3 and 3/4. നമുക്ക് 3 and 3/4 എന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായി മാറ്റി എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3 എന്ന നാച്ചുറൽ നമ്പറും 4 എന്ന ഡിനോമിനേറ്ററും കൂടി ആദ്യം ഗുണിച്ചെഴുതുക. അതിനോടുകൂടി ന്യൂമറേറ്ററായ 3 കൂട്ടുക. അപ്പോൾ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ
ന്യൂമറേറ്റർ ലഭിക്കുന്നു. അതിനുശേഷം മിക്സഡ് ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററായ 4 തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററായി എഴുതുക. അപ്പോൾ 3 and 3/4 എന്ന മിക്സഡ് ഫ്രാക്ഷൻ 15/4 എന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനായി മാറുന്നു. അടുത്തത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ കോമൺ ഫ്രാക്ഷനാക്കി എഴുതാമെന്ന് നോക്കാം. 0.25 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. 0.25നെ ഡെസിമൽ ഇല്ലാതെ എഴുതുമ്പോൾ 25 എന്ന് നമുക്ക് ലഭിക്കുന്നു. 25 ന്യൂമറേറ്ററായി എഴുതുക. ഡിനോമിനേറ്ററിനെ 0.25ൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര പ്ലേസസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ആണുള്ളത്. അപ്പോൾ ഡിനോമിനേറ്ററായി വരുന്നത് 10ൻ്റെ സെക്കൻഡ് പവറാണ്, അതായത് 100. അപ്പോൾ 0.25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ കോമൺ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 25/100 എന്നായി മാറുന്നു. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്ന് ലഭിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 2.5. 2.5നെ ഡെസിമൽ ഇല്ലാതെ 25, അതാണ് ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്ററിനായി ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര പ്ലേസസ് ഉണ്ട് നോക്കുക. 2.5ൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 10ൻ്റെ ഫസ്റ്റ് പവർ, അതായത് 25/10. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/2. ആവശ്യമുണ്ടെങ്കിൽ അതിനെ മിക്സഡിലോട്ട് കൺവെർട്ട് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കോമൺ ഫ്രാക്ഷനെ ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതാണ് അടുത്തത്. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.75 എന്ന് ലഭിക്കുന്നു. 5/2. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2.5 ലഭിക്കുന്നു. അടുത്തത് ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻസും സബ്ട്രാക്ഷൻസുമാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ആഡ് 1/2 പ്ലസ് 1/8 പ്ലസ് 5/12. ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആദ്യത്തെ നടപടി ഈ ഫ്രാക്ഷൻസിൻ്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക എന്നതാണ്. അതിനുവേണ്ടി ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 24 ലഭിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ഫ്രാക്ഷനെയും LCM കൊണ്ട് ഗുണിച്ചിട്ട് കോമണായി 24 അതിൻ്റെ ഡിനോമിനേറ്ററായി എഴുതുക എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 1/2 × 24 പ്ലസ് 1/8 × 24 പ്ലസ് 5/12 × 24 ഓൾ ബൈ 24. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളതൊക്കെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 പ്ലസ് 3 പ്ലസ് 10 ഓൾ ബൈ 24 എന്ന് ലഭിക്കുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25/24 എന്ന് ആൻസർ ലഭിക്കുന്നു. അടുത്ത എക്സാമ്പിൾ
സബ്ട്രാക്ഷനാണ്. മുകളിൽ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അഡിഷന് പകരം സബ്ട്രാക്ഷൻ ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് തനിച്ച് ചെയ്തു നോക്കുക. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. എക്സാമ്പിൾ നോക്കാം. 3/20 ഇൻറ്റു 25/15. ഇവിടെ ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, ബൈ ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 3 ഇൻറ്റു 25/20 ഇൻറ്റു 15, അതായത് 75/300. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്ന് ആൻസർ ലഭിക്കുന്നു. അടുത്തത് ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷനാണ്. എക്സാമ്പിൾ നോക്കാം. 5/12 ഡിവൈഡഡ് ബൈ 18/15. 5/12 എന്നത് ഡിവിഡൻറ്റും 18/15 എന്നത് ഡിവൈസറുമാണ്. രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുക എന്നാൽ ഡിവിഡൻറ്റിനെ ഡിവൈസറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക എന്നതാണ് നിയമം. അങ്ങനെയാകുമ്പോൾ 5/12 ഇൻറ്റു 15/18 എന്നാകുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, ബൈ ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ചെയ്യുമ്പോൾ 75/216 എന്ന് ലഭിക്കുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25/72 എന്നാകും ആൻസർ. അടുത്തത് ഡെസിമൽ നമ്പറുകളുടെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ആദ്യത്തേത് അഡിഷൻ. 2.54 പ്ലസ് 0.36 പ്ലസ് 0.08 പ്ലസ് 2.12. ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവയുടെ ഡെസിമൽ പോയിൻറ്റ്സ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. പിന്നീട് സാധാരണ നമ്പറുകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. രണ്ടാമതായി സബ്ട്രാക്ഷനാണ്. അഡിഷൻ്റെ അതേ നിയമം തന്നെയാണ് സബ്ട്രാക്ഷനിലും നമ്മൾ പാലിക്കേണ്ടത്. മൂന്നാമതായി മൾട്ടിപ്ലിക്കേഷൻ. 0.8296 ഇൻറ്റു 35.66. ഇവിടെ രണ്ട് നമ്പറുകളും ഡെസിമൽ ഇല്ലാതെ ഗുണിച്ച് ആൻസർ കണ്ടുപിടിക്കുക. ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് കൊടുക്കുന്നതിനായി തന്നിരിക്കുന്ന രണ്ട് നമ്പറിലും ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര പ്ലേസസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. നമുക്കിവിടെ ലഭിക്കുന്നത് 6 പ്ലേസസ് ആണ്. ലഭിച്ച ആൻസറിൽ വലത്തുനിന്ന് ഇടത്തോട്ട് 6 പ്ലേസുകൾ നീക്കിയതിനു ശേഷം ഡെസിമൽ ഇട്ടുകൊടുക്കുക. അപ്പോൾ 29.583536 എന്ന് ആൻസർ ലഭിക്കുന്നു. അടുത്ത പ്രോബ്ലം 25.4/2. അതായത് 25.4നെ 25.4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ്. തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നമ്മൾ പാലിക്കേണ്ടത്. അടുത്ത പ്രോബ്ലം ഡിവിഷൻ. 473.761 ഡിവൈഡഡ് ബൈ 32.54. ഈ പ്രോബ്ലത്തിനെ നമുക്ക് ന്യൂമറേറ്റർ ബൈ
ഡിനോമിനേറ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് 473.761 ബൈ 32.54 എന്ന് ലഭിക്കുന്നു. അടുത്തതായി ഇതിനെ ഡെസിമൽ പോയിൻറ്റ്സ് കളയുക എന്നതാണ്. അതിനെ ഡിനോമിനേറ്ററിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസസ് ഉണ്ടെന്ന് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ 2 പ്ലേസസേ ഉള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 47,376.1 എന്ന് ന്യൂമറേറ്ററും 3,254 എന്ന് ഡിനോമിനേറ്ററും ലഭിക്കുന്നു. പിന്നീട് സാധാരണ സംഖ്യകൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 14.559 എന്ന് ആൻസർ ലഭിക്കുന്നു. അവസാനമായി 0.87 ഇൻറ്റു 3.17 മൈനസ് 8.12 ഇൻറ്റു 0.017 എന്നതാണ് പ്രോബ്ലം. ഇവിടെ നമുക്ക് 2 ബ്രാക്കറ്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കിൽ ഒരു മൈനസ് ചിഹ്നവും. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ളത് ആൻസർ കണ്ടുപിടിക്കുക. ആദ്യത്തെ ബ്രാക്കറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.7579 എന്ന് ലഭിക്കുന്നു. രണ്ടാമത്തെ ബ്രാക്കറ്റ് നമുക്ക് 0.13804 എന്ന് ലഭിക്കുന്നു. ആദ്യത്തെ ആൻസറിൽ നിന്ന് രണ്ടാമത്തെ ആൻസർ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2.6199 എന്ന് ആൻസർ ലഭിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ്. നമുക്ക് ആദ്യം റേഷ്യോയെക്കുറിച്ച് പറയാം. The comparison of two similar quantities is called ratio. Symbol of ratio is colon and termed as is to. We can write the ratio as fraction. In the ratio, in all the terms are multiplied or divided by the same number, the value will not be changed. The ratio should be reduced into the lowest terms. ഒരുപോലിരിക്കുന്ന 2 കാര്യങ്ങളുടെ കമ്പാരിസണെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോയെ സൂചിപ്പിക്കാൻ കോളൻ എന്ന സിമ്പലാണ് ഉപയോഗിക്കുന്നത്. അതിനെ പറയുന്നത് ഈസ് ടു എന്നാണ്. ഒരു റേഷ്യോയെ നമുക്ക് ഫ്രാക്ഷനാക്കി എഴുതാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A:B എന്നത് ഒരു റേഷ്യോയാണ്. അതിനെ നമുക്ക് ഫ്രാക്ഷനിലാക്കി എഴുതുമ്പോൾ A/B എന്ന് എഴുതാം. അടുത്തത് പറയുന്നത് ഒരു റേഷ്യോയെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവയുടെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അതുപോലെ തന്നെ ഒരു റേഷ്യോ തന്നാൽ നമുക്കതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. റേഷ്യോയിലെ 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഇൻ എൻ അലോയ് the ratio of tin and lead is 70:30. Find the weight of each metal in a casting of 150 kg. 70:30 എന്ന റേഷ്യോയിൽ ടിന്നും ലെഡും ചേർത്ത് 150 കിലോഗ്രാം കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടിന്നും ലെഡും എത്ര കിലോഗ്രാം വീതം ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. നമുക്കിവിടെ ടിന്നും ലെഡും തമ്മിലുള്ള റേഷ്യോ 70:30 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7:3 എന്ന് ലഭിക്കുന്നു. ടോട്ടൽ റേഷ്യോ 7 + 3 = 10 ആണ്. അതായത് 150 കിലോഗ്രാമിനെ 10 ഈക്വൽ പോർഷൻസ് ആക്കി മാറ്റുക. അതിൽ 7 പോർഷൻസ്
ടിന്നും 3 പോർഷൻസ് ലെഡുമാണ്. അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഓഫ് ടിൻ ഇസ് ഈക്വൽ ടു 7/10 ഇൻറ്റു 150, അതായത് 150ൻ്റെ 10/7 ഭാഗം. അപ്പോൾ നമുക്ക് 105 കിലോഗ്രാം ലഭിക്കുന്നു. ലെഡിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കുന്നതിന് 150ൽ നിന്ന് 105 കുറച്ചാൽ മതിയാകും, അല്ലെങ്കിൽ 150ൻ്റെ 10/3 ഭാഗം. അപ്പോൾ 3/10 ഇൻറ്റു 150 is equal to 45 കിലോഗ്രാം. അടുത്ത പ്രോബ്ലം, എ പ്രോഫിറ്റ് ഓഫ് ₹1,500 ഈസ് ഡിവൈഡഡ് എമംഗ് 3 persons in the ratio of 5:3:4. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഈച്ച്. 1500 രൂപ ലാഭം ലഭിച്ചപ്പോൾ 3 വ്യക്തികൾക്ക് 5:3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോർക്കും എത്ര ലഭിക്കും എന്നാണ് ചോദ്യം. ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 12. അപ്പോൾ 1500 രൂപയെ 12 ഈക്വൽ പോർഷൻസ് ആക്കുന്നു. അതിൽ 5 ഭാഗം ആദ്യത്തെ വ്യക്തിക്ക്, 3 ഭാഗം രണ്ടാമത്തെ വ്യക്തിക്ക്, 4 ഭാഗം മൂന്നാമത്തെ വ്യക്തിക്ക് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ 5/12 ഇൻറ്റു 1500, അതായത് 1500നെ 12 ഭാഗമാക്കിയതിൽ 5 ഭാഗം. അപ്പോൾ നമുക്ക് 625 എന്ന് ലഭിക്കുന്നു. സെക്കൻഡ് പേഴ്സൺ 3/12 ഇൻറ്റു 1500, അപ്പോൾ നമുക്ക് 375 എന്ന് ലഭിക്കുന്നു. അങ്ങനെ തന്നെ മൂന്നാമത്തെ വ്യക്തിക്കും ചെയ്തു നോക്കുമ്പോൾ 500 എന്ന് ലഭിക്കുന്നു. അടുത്തതായി പ്രപ്പോർഷൻസ് എന്താണെന്ന് നോക്കാം. എ പ്രപ്പോർഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പ്രസ്ഡ് ഹൗ ദ വാല്യൂ ഓഫ് വൺ ക്വാണ്ടിറ്റി വാരീസ് വിത്ത് ദ അതർ കണക്റ്റഡ് ക്വാണ്ടിറ്റീസ്. ഇറ്റ് ഷോസ് ദ ഈക്വാലിറ്റി ഓഫ് 2 ratios ഓൾസോ. ദ പ്രപ്പോർഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ """". ഒരു പ്രപ്പോർഷൻ എന്നാൽ 2 റേഷ്യോസ് തമ്മിലുള്ള റിലേഷനാണ്. 2 റേഷ്യോസ് തമ്മിലുള്ള റിലേഷൻ പ്രപ്പോർഷൻ ആകണമെങ്കിൽ ദ റേഷ്യോസ് ആർ ഈക്വൽ ടു ഈച്ച് അതർ. പ്രപ്പോർഷനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് """. ഇവിടെ A:B, C:D എന്നിവ 2 റേഷ്യോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ പ്രപ്പോർഷനാക്കി എഴുതാം. A:B, C:D. അറ്റങ്ങളിലുള്ള A, D എന്നീ ടേമുകളെ എക്സ്ട്രീംസ് എന്നും നടുവിലുള്ള B, C എന്നീ ടേമുകളെ മിഡിൽ ടേംസ് അല്ലെങ്കിൽ മീൻസ് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ രൂപപ്പെടുത്താം. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. A:B, C:D എന്നിവയെ ഫ്രാക്ഷനാക്കി എഴുതുകയാണെങ്കിൽ A/B C/D എന്നാകും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AD BC എന്ന് ലഭിക്കും. നമുക്ക് പ്രധാനമായും 2 തരത്തിലുള്ള പ്രപ്പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ഡയറക്റ്റ് പ്രപ്പോർഷൻസ്. ഇഫ് ദ വാല്യൂ ഓഫ് വൺ given quantity increases or decreases, the value of the other quantity increases or decreases in such a manner that the ratio of the 2 quantities remains the same. ഒരു പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2 റേഷ്യോകൾ തമ്മിലുള്ള റിലേഷനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ക്വാണ്ടിറ്റി കൂടുകയോ കുറയുകയോ ആണെന്നിരിക്കട്ടെ, അടുത്ത ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ കൂടുകയോ കുറയുകയോ ചെയ്യും. അങ്ങനെയുള്ള പ്രപ്പോർഷൻസിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് പ്രപ്പോർഷൻസ്. രണ്ടാമത്തെ പ്രപ്പോർഷൻസ് ഇൻവേഴ്സ് ഓർ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻസ് ആണ്. ഇൻ എ പ്രപ്പോർഷൻ as the value of one quantity increases or decreases,
the value of the other quantity decreases or increases in such a manner that the product of the two values remains the same. ഒരു പ്രപ്പോർഷനിൽ ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസൃതമായി മറ്റേ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് മറ്റേ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രപ്പോർഷൻസിനെ പറയുന്ന പേരാണ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് 5 men working on a job finish it in 37 days, in how many days 8 men will do the same job? 5 ജോലിക്കാർ ചേർന്ന് 37 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്നു. അതേ ജോലി തന്നെ 8 ജോലിക്കാരെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് ചോദ്യം. 5 പേരുണ്ടായിരുന്നപ്പോൾ 37 ദിവസം. ഇവിടെ നമ്മൾ 5 പേര് എന്നുള്ളത് 8 പേരാക്കി, അതായത് ആൾക്കാരുടെ എണ്ണം കൂട്ടി. അപ്പോൾ താരതമ്യേന ദിവസങ്ങളുടെ എണ്ണം കുറവായി വരും. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് മറ്റേ ക്വാണ്ടിറ്റി കുറയുന്നു. അതായത് ഇത് ഇൻഡയറക്റ്റ് പ്രപ്പോർഷനാണ്. ഇനി പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റേഷ്യോ ഓഫ് മെൻ 5:8, റേഷ്യോ ഓഫ് ഡേയ്സ് 37:x. ഇനി നമ്മൾ പ്രപ്പോർഷൻ എഴുതുകയാണ്. പ്രപ്പോർഷൻ എഴുതുമ്പോൾ ആദ്യത്തെ റേഷ്യോ 5:8 എന്ന് അങ്ങനെ തന്നെ എഴുതുക. രണ്ടാമത്തെ റേഷ്യോ 37:x എന്നുള്ളത് തല തിരിച്ചിടുക, അതായത് ഇൻവേഴ്സ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് പ്രപ്പോർഷൻ എങ്ങനെ ലഭിക്കും? 5:8 x:37. നമ്മൾ പ്രപ്പോർഷൻസ് പറഞ്ഞപ്പോൾ ഒരു റൂള് പഠിച്ചിരുന്നു. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 5 × 37 ഇസ് ഈക്വൽ ടു 8 × x എന്ന് ലഭിക്കുന്നു. വീണ്ടും നമ്മൾ എക്സിൻ്റെ വില കാണുന്നതിനെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 21 and 1/8 ഡേയ്സ് എന്ന് കിട്ടുന്നു. അടുത്ത പ്രോബ്ലം നമ്മുടെ പബ്ലിക് എക്സാമിനെ സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. ഇഫ് A is to B is equal to 1:2 and B is to C is equal to 3:4, find A is to B is to C. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് റേഷ്യോയിലും ബി കോമൺ ആണ്. ആ രണ്ട് റേഷ്യോസും കമ്പൈൻ ചെയ്തിട്ടാണ് A is to B is to C എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ട് റേഷ്യോയിലും ബി കോമൺ ആണെങ്കിലും അവയുടെ വാല്യൂസ് ഡിഫറൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് 2ഉം 3യുമാണ്. അപ്പോൾ നമ്മൾ 2യുടെയും 3യുടെയും LCM കാണുക. നമുക്ക് 6 ലഭിക്കുന്നു. ഇനി ബിയുടെ വാല്യൂ രണ്ട് റേഷ്യോയിലും നമ്മൾ 6 ആക്കി മാറ്റുകയാണ്. അതിനെ ആദ്യത്തെ റേഷ്യോയെ നമ്മൾ 3 കൊണ്ടും രണ്ടാമത്തെ റേഷ്യോയെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കും A is to B is equal to 3:6, B is to C is equal to 6:8. രണ്ട് റേഷ്യോസും കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ A is to B is to C is equal to 3:6:8 എന്ന് ആൻസർ ലഭിക്കും. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗമാണ് പെർസെൻറ്റേജ്. സെൻറ്റ് മീൻസ് 100, therefore പെർസെൻറ്റ് മീൻസ് per 100. സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. പെർ സെൻറ്റ് എന്ന് പറഞ്ഞാലോ 100ൽ എത്ര. നമുക്ക് വളരെ പരിചിതമായ ഒരു സബ്ജക്റ്റാണ് പെർസെൻറ്റേജ്. ഒരുപാട് തവണ നമ്മൾ കടകളിലും
ഒക്കെ കേട്ടിട്ടുള്ളതാണ്. 5% ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ. അപ്പോൾ പെർസെൻറ്റേജിനെ നമുക്ക് വേറെ ഒരു ഡെഫിനിഷൻ കൂടി കൊടുക്കാം. എന്താണെന്ന് നോക്കാം. എ പെർസെൻറ്റേജ് ഈസ് എ ഫ്രാക്ഷൻ വിത്ത് ഇറ്റ്സ് ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് 100 ആൻഡ് ദ സിംബൽ ഇസ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഫ്രാക്ഷനാണ്. എന്താണ് ആ ഫ്രാക്ഷൻ്റെ പ്രത്യേകത? അതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 50%. 50% എന്ന് പറഞ്ഞാൽ 100-ൽ 50. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50/100. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2. ഡെസിമലിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ 0.5. To convert a fraction into a percentage, multiply the given fraction with 100 and add the symbol of percentage. ഒരു ഫ്രാക്ഷനോ അല്ലെങ്കിൽ ഡെസിമലോ തന്നിരിക്കട്ടെ. അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. എന്നിട്ട് പെർസെൻറ്റേജിൻ്റെ സിമ്പൽ ഇട്ടുകൊടുക്കുക. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. A casting has 35% zinc, 40% copper and 25% tin. Find the weight of zinc, copper and tin when the casting weight is 25 kilogram. 25 കിലോഗ്രാം ഭാരമുള്ള ഒരു കാസ്റ്റിംഗ് നിർമ്മിക്കുന്നതിന് 35% സിങ്ക്, 40% കോപ്പർ, 25% ടിന്ന് എന്നിവ ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ മെറ്റലും എത്ര കിലോഗ്രാം വീതം ചേർക്കണം എന്നാണ് ചോദ്യം പറയുന്നത്. വെയ്റ്റ് ഓഫ് സിങ്ക് is equal to 35/100 × 25. അതായത് 25 കിലോഗ്രാമിൻ്റെ 35%. 35% എന്ന് പറഞ്ഞാൽ 35/100. അപ്പോൾ നമുക്ക് 8.75 കിലോഗ്രാം എന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് 2 മെറ്റലുകളും ചെയ്തു നോക്കുമ്പോൾ നമുക്ക് 10 കിലോഗ്രാം, 6.25 കിലോഗ്രാം എന്നിങ്ങനെ ആൻസർ ലഭിക്കുന്നു. നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന 3 വെയ്റ്റുകളും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 25 കിലോഗ്രാം ലഭിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം. ഇൻ എ പീസ് ഓഫ് ഗൺമെറ്റൽ 22 പാർട്സ് ഓഫ് കോപ്പർ, 2.5 പാർട്സ് ഓഫ് ടിൻ and 0.5 parts of lead is present. Find the percentage each metal in the gunmetal. ഗൺമെറ്റൽ നിർമ്മിക്കുന്നതിന് 22 പാർട്ട് കോപ്പർ, 2.5 പാർട്ട് ടിൻ, 0.5 പാർട്ട് ലെഡ് എന്നിങ്ങനെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ മെറ്റലും എത്ര ശതമാനം വീതം ഉൾക്കൊണ്ടിരിക്കുന്നു? നമ്മൾ ആദ്യം തന്നെ കോപ്പർ, ടിൻ, ലെഡ് എന്നിവയുടെ റേഷ്യോ എഴുതുക. കോപ്പർ ഈസ് ടു ടിൻ ഈസ് ടു ലെഡ് is equal to 22 ഈസ് ടു 2.5 ഈസ് ടു 0.5. ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 25. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന്. ഇവിടെ 25 ഭാഗങ്ങളാണ് ആകെയുള്ളത്. അതിൽ 22 ഭാഗങ്ങൾ കോപ്പറാണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കോപ്പർ എങ്ങനെ എഴുതാം? 25-ൽ 22. അപ്പോൾ 22/25. പെർസെൻറ്റേജിലോട്ട് കൺവെർട്ട് ചെയ്യാൻ ഇൻറ്റു 100. അപ്പോൾ 22/25 × 100 is equal to 88%. അതുപോലെ തന്നെ ടിന്നിൻ്റെയും ലെഡിൻ്റെയും പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് 10, 2 എന്നിങ്ങനെ ലഭിക്കുന്നു.
ഈ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്യുമ്പോൾ 100% ലഭിച്ചാൽ നമ്മൾ ചെയ്ത രീതി ശരിയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രോബ്ലംസും തനിയെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോട്ട്ബുക്കിലും ധാരാളം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. തനിയെ ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.